റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മലപ്പുറത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ പി അക്ബർ ബ്രേക്ക് ചെയ്യുകയാണ്. മലപ്പുറത്ത് നിന്ന് അതിജീവിതയായ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ഒരു ദുരവസ്ഥയാണ് ഇനി പറയാനുള്ളത്. 12-കാരിയായ മാതാവിൻ്റെ സുഹൃത്ത് റിസോർട്ടിലും ഫ്ളാറ്റിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊരു പരാതി വന്നിരിക്കുന്നു. പോക്സോ കേസെടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഈ വാർത്തയെ ഗൗരവ സ്വഭാവത്തിലുള്ളൊരു വാർത്തയാക്കുന്നത്. കേസൊതുക്കാൻ പോലീസ് ശ്രമമെന്ന് അതിജീവിതയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പ്രതിയെ സംരക്ഷിക്കാൻ നീക്കമെന്നുമാണ് പിതാവ് പറഞ്ഞത്. കേൾക്കാം ആദ്യം. പോലീസ് പറഞ്ഞത് ഇപ്പോൾ വയനാട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വയനാട് റിസോർട്ടിൽ കൊണ്ടുപോയത് അത് കുട്ടിക്ക് അറിയാത്തതിൻ്റെ പേരിൽ, കാണിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അതിൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് അവർ പറഞ്ഞത്. കേസെടുക്കുന്നില്ല. അപ്പോൾ കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്ത ഫസ്റ്റ് FIRൻ്റെ അതേ പകർപ്പാണ് ഇപ്പോൾ ഇവരിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൊഴിയെടുക്കാൻ വരുമ്പോഴും ഇതിലെ കൂട്ടുപ്രതി അടക്കം കുട്ടീനെ വല്ലാതെ ഹരാസ് ചെയ്യുന്ന രീതിക്കാണ്. അത് SHOൻ്റെ മുമ്പിലും ഈ ലേഡീസ് മാഡത്തിൻ്റെ മുമ്പിൽ വെച്ചു കുട്ടീനെ വളരെയധികം ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇവളുടെ അനുജത്തി തന്നെ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് നാട്ടിൽ വെച്ച് കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് കൊടുത്ത് ഞങ്ങൾ കോഴിക്കോട് പോയി അന്വേഷണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ വിളിച്ചു മോളുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റോളം മോളുമായിട്ട് സംസാരിച്ചു. പിന്നെ ഇവരുടെ ശൈലി ക്ലിയർ അല്ല, മോള് വല്ലാതെ ഭയപ്പെടുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ ഫോൺ വാങ്ങി സംസാരിക്കുമ്പോൾ പറയുന്നത് മക്കളെ സ്കൂളിലും മദ്രസയിലും വിടുമ്പോൾ ശ്രദ്ധിച്ചോണം, ഏത് നിമിഷവും എന്തും സംഭവിക്കും. അയാൾ അങ്ങനെയുള്ള ആളാണ്, ഞാൻ അറിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതാരാ പറഞ്ഞത്? മോളുടെ ഉമ്മയുടെ അനുജത്തിയാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേഷനിൽ പോയി ഞങ്ങൾ പ്രതി എന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായത്. എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം ഈ ആഷിഖ് എന്ന് പറഞ്ഞ വ്യക്തി ഉന്നതനായ ഒരു വ്യക്തിയാണ്. അപ്പം ഒന്നുകിൽ അയാൾ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അയാളുടെ ബന്ധങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അച്ഛനൊപ്പം അതിജീവിതയും റിപ്പോർട്ടറിനോട് സംസാരിച്ചിരുന്നു. പക്ഷെ അവരുടെ സ്വകാര്യത മാനിച്ച് നമുക്ക് അവരുടെ സംഭാഷണം സംപ്രേഷണം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ആ കുട്ടി പറയുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്. എൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് വയനാട്ടിലേക്ക് ഈ കുറ്റാരോപിതൻ കൊണ്ടുപോയത്. വൈത്തിരി കുറിച്ചിങ് ബോട്ടിംഗ് ബംഗ്ലാവിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അവിടെ വെച്ച് അങ്കിൾ മോശമായി പെരുമാറി. രാവിലെ അങ്കിൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞപ്പോൾ തോന്നിയതാകുമെന്നാണ് മാതാവ് പറഞ്ഞത്. 19-ാം തീയതി ഉച്ചയ്ക്ക് മറ്റൊരു റിസോർട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മയുടെ സുഹൃത്തായ യുവാവ്. മദ്യക്കുപ്പികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാതാവും ഈ കൂടെ വന്ന അങ്കിളും മദ്യപിച്ചിരുന്നു. ഡാൻസ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ വലിച്ചു കൊണ്ടുപോയി ഡാൻസ് ചെയ്യാൻ നിർബന്ധിച്ചു. 20-ന് അവിടെ നിന്നിറങ്ങി കോഴിക്കോട്ടെ ഫ്ളാറ്റിലേക്ക് എത്തി. ഫ്ളാറ്റിൽ വെച്ച് അമ്മയുടെ സുഹൃത്തായി അങ്കിൾ തന്നെ ഉപദ്രവിച്ചു. 20-ന് വീണ്ടും വീട്ടിലേക്ക് പോന്നു. ആഷിഖ് എന്നയാളാണ് ഈ അങ്കിൾ. 7 വർഷമായി വീട്ടിൽ വരാറുണ്ട്. അമ്മയുമായി സൗഹൃദ ബന്ധമുണ്ട്. ആരാണെന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ലാത്തത് ചോദിക്കരുതെന്ന് മാതാവ് പറഞ്ഞു. പുറത്തു പറഞ്ഞാൽ അങ്കിൾ വെട്ടിക്കൊല്ലുമെന്നാണ് മാതാവ് ഭീഷണിപ്പെടുത്തിയത്. പിതാവിനെ മയക്കുമരുന്ന് കേസിൽ കുടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. പോലീസുകാരോട് പറഞ്ഞപ്പോഴും അവരും വിശ്വസിച്ചില്ല. അങ്കിൾ ചെയ്യാത്ത തെറ്റല്ലല്ലോ എന്ന് ചോദിച്ചു. ഇത് ചെയ്ത തെറ്റെന്ന് ഞാൻ ആവർത്തിച്ചു. സ്റ്റേഷനിലേക്ക് മാതാവും ബന്ധുക്കളും വന്നു. സത്യം മാത്രമേ പറയാവൂ എന്ന് മാതാവ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി പോലീസ് കോഴിക്കോട് ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയിരുന്നു. അങ്കിൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ പെരുമാറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്കിളിനെതിരെ നടപടി വേണം. ഇതാണ് ആ കുഞ്ഞു പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. എന്താണ് സംഭവിച്ചത് എന്ന് മുബഷീർ പി അക്ബർ പറയും. ആ കുഞ്ഞിൻ്റെ വീഡിയോ ദൃശ്യം, കുഞ്ഞ് പറഞ്ഞ ബൈറ്റ് ഇത് നമ്മളുടെ പക്കലുണ്ട്. പക്ഷേ ആ കുഞ്ഞിൻ്റെ സ്വകാര്യത മാനിച്ച് നമുക്ക് അത് സംപ്രേഷണം ചെയ്യുക സാധ്യമല്ല. ഇതാണ് കുഞ്ഞു പറഞ്ഞതിൻ്റെ ഉള്ളടക്കം. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. വീണ്ടും ഒരു പോക്സോ കേസ് അതിജീവിതയുടെ പ്രതികരണം നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല. ഇയാളെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടി പറയുന്നത് അച്ഛൻ്റെ സ്വാധീനപ്രകാരമാണ് എന്ന് ഏതെങ്കിലും തരത്തിലൊരു വാദം അമ്മയ്ക്കുണ്ടോ? എന്താണ് ഈ പോക്സോ അതിജീവിതയോടും ഈ അച്ഛനോടും സംസാരിച്ചപ്പോൾ മുബഷീർ നമുക്ക് മനസ്സിലാവുന്നത്? ഇയാൾ സ്വാധീനശേഷിയുള്ള ആളായതുകൊണ്ട് ഈ കേസിൽ ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ?
അരുൺകുമാർ, വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു പോക്സോ കേസിലെ അതിജീവിതയും അതിജീവിതയുടെ പിതാവും നടത്തിയിരിക്കുന്നത്. 12 വയസ്സുള്ള ഒരു ചെറിയ ബാലികയാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടന്നത്. 3 ഇടങ്ങളിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഈ ഒരു പെൺകുട്ടിയുടെ മാതാവിൻ്റെ ആൺ സുഹൃത്ത് ഈ ഒരു പെൺകുട്ടിയെയും മാതാവിനെയും ആദ്യഘട്ടത്തിൽ വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്ന് ഈ ഒരു അതിജീവിതയുടെ ജന്മദിനമായിരുന്നു. ജന്മദിനം ആഘോഷിക്കാൻ എന്ന പേരിൽ ഈ ഒരു പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. മാതാവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അവിടെ വെച്ച് പെൺകുട്ടി കിടന്നുറങ്ങിയ സമയത്ത് ആദ്യഘട്ടത്തിൽ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇത് മാതാവിനോട് പറഞ്ഞ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല, നിനക്ക് തോന്നിയതാവാം എന്ന മറുപടി മാതാവ് തിരിച്ച് ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു. അവിടെ നിന്നും ആ നിലയിലുള്ള മോശമായ പെരുമാറ്റം ആ ഒരു അങ്കിൾ എന്ന് പറയുന്ന കുറ്റാരോപിതന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് ആ ഒരു കുട്ടിയും പിതാവും വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു ഫ്ളാറ്റിൽ എത്തിച്ചുകൊണ്ട് ഇയാൾ ഈ ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബലം പ്രയോഗിച്ച് ആ നിലയിലുള്ള മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന മൊഴി പോലീസിന് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ പിതാവ് കോട്ടയം ജില്ലാ സ്വദേശിയാണ്. അദ്ദേഹം പിന്നീട് ഈ ഒരു വിവരം അറിഞ്ഞ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ഒരു പെൺകുട്ടിയെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നു. ആദ്യഘട്ടത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി രജിസ്റ്റർ ചെയ്തിരുന്നത് ഇവരുടെ നാടെന്ന നിലയിൽ. പിന്നീട് ഈ ഒരു സംഭവം നടന്ന പ്രധാനപ്പെട്ട സ്ഥലം കോഴിക്കോടായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ അങ്ങോട്ടേക്ക് പരാതി കൈമാറുകയായിരുന്നു. ഏകദേശം 1 മാസം മുമ്പാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് പോക്സോ കേസ് തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസ് അന്വേഷണം നടത്തിയിരുന്നത്. പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ ഒരു അതിജീവിത പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു കുറ്റാരോപിതന്റെ ഭാഗത്തു നിന്നും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം പോലീസ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കോഴിക്കോട് ഈ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റിൽ ഉൾപ്പെടെ എത്തി കാഞ്ഞിരപ്പള്ളി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് ആ സംഭവം നടന്ന സ്ഥലമായതിനാൽ മെഡിക്കൽ കോളേജ് പോലീസിന് ഈ ഒരു പരാതി കൈമാറുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സമാനമായ രീതിയിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്തതുപോലെ തന്നെ പോക്സോ കേസ് പ്രകാരമാണ് ഈ ഒരു കുടുംബം ആരോപിക്കുന്ന പ്രകാരമുള്ള കുറ്റാരോപിതനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പരാതി രജിസ്റ്റർ ചെയ്ത് ഏകദേശം ഒരാഴ്ച പിന്നിട്ടും ഇതുവരെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു തുടർ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന ഗുരുതരമായ ആരോപണമാണ് ഈ ഒരു അതിജീവിതയും പിതാവും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നീതി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കാനെന്ന പേരിൽ പോക്സോ അതിജീവിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതിഗുരുതരമായ നിയമലംഘനം അവിടെ സംഭവിച്ചു എന്നുള്ളത് ആ ഒരു കുട്ടി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ കൗൺസിലർ എന്ന് പറഞ്ഞിരുന്നൊരു പോലീസുകാരി ഈ ഒരു പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച ഘട്ടത്തിൽ അതിൽ ചില കാര്യങ്ങൾ കള്ളമല്ലേ എന്നൊരു ചോദ്യം ആ ഒരു അതിജീവിതയായ 12 വയസ്സുള്ള ചെറിയ കുഞ്ഞിനോട് ആ പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എത്രത്തോളം അനീതി അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ആ നിലയിൽ മോക്ക് പരിചയമുള്ള അങ്കിളല്ലേ, അങ്കിൾ ഇത്രയും കാലം വരുമാനം നൽകിയതല്ലേ, നോക്കിയതല്ലേ, അങ്കിളിനൊരു പിഴവ് സംഭവിച്ചതാകില്ലേ, നമുക്ക് പരാതി കൊടുക്കേണ്ടതുണ്ടോ, അങ്കിളിനൊരു പഞ്ച് കൊടുത്തതിനു ശേഷം ജയിലിലിട്ടാൽ പോരെ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ആ ചെറിയ കുഞ്ഞിനോട് ചോദിച്ചിട്ടുണ്ട്. പിതാവിനെ ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായി നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് ഇത് പുറത്തു പറയുന്നു. അതിലൂടെ ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു പിതാവ് മുന്നോട്ട് വെക്കുന്നത്. അത് കേവലം കുടുംബ വൈരാഗ്യം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു പെൺകുട്ടി അത്രത്തോളം ഗുരുതരമായ മോശം പെരുമാറ്റം ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കുറ്റാരോപിതനെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ട് പോലും ഫോണിൽ പോലും അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്കെതിരെ ഇത്തരമൊരു കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത്, താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം പോലും ചോദിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഒരു ഘട്ടത്തിൽ പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റ് ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കുന്നത്. സ്വാഭാവികമായും അധികാരികളുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോക്സോ കേസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരു പോക്സോ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ അതിവേഗത്തിൽ പോലീസ് പിടികൂടണം എന്നുള്ളതാണ് അതിലെ വകുപ്പുകളൊക്കെ തന്നെ പറയുന്നത്. കൂടാതെ ഒരു കാരണവശാലും അതിജീവിതയുടെ മാനസിക നിലയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നോ ഒന്നും തന്നെ ഉണ്ടാകാതെ സംരക്ഷിക്കേണ്ടത് പോലീസാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു കുഞ്ഞിനെയും പിതാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ ഒരു ഘട്ടത്തിൽ പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് കുറ്റം ആരോപിക്കപ്പെടുന്ന ഈ ഒരു കുറ്റാരോപിതനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാതാവും ബന്ധുക്കളും അവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ കേസ് പിന്നീട് വഴിമാറിപ്പോകുമ്പോളെ നീ സത്യം മാത്രമേ വിളിച്ചു പറയാവൂ എന്ന രീതിയിലൊക്കെ തന്നെ ആ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ ബന്ധുക്കൾ ആ ഒരു കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം അനാസ്ഥ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നൊരു വെളിപ്പെടുത്തൽ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ്. എന്തായാലും കൃത്യമായൊരു ഇടപെടൽ അന്വേഷണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുണ്ടാകണം.
തങ്ങൾ ഈ ഒരു ആരോപണം കുറ്റാരോപിതനായി ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയെ അതിവേഗത്തിൽ പോലീസ് പിടികൂടാൻ തയ്യാറാകണം. പോലീസ് ഇയാളുടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിൽ അകപ്പെട്ടുകൊണ്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമമുണ്ടോ എന്ന ഒരു ആരോപണം ഉൾപ്പെടെ ഒരു കുടുംബം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ തുടരന്വേഷണം കാര്യക്ഷമമായി വേണമെന്ന ഒരു വിശദീകരണമാണ് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു മുബഷീർ. വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരു പോക്സോ അതിജീവിതയുടെ പരാതി പോലീസ് ഒരാഴ്ചയായി അവഗണിക്കുന്നു എന്നതാണ് ഈ പോക്സോ അതിജീവിതയുടെയും അച്ഛൻ്റെയും പരാതി. ഗുരുതരമായൊരു വാർത്തയാണ്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന് ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കുഞ്ഞിന് നീതി കിട്ടണം. ഈ പോക്സോ അതിജീവിത ഇത്തരമൊരു കാര്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിന്മേൽ നടപടിയെടുക്കേണ്ട പോലീസ് എന്തുകൊണ്ട് അനാസ്ഥ കാണിച്ചു എന്നാണ് അച്ഛൻ്റെ ചോദ്യവും. ആ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. മുബഷീറാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത കോഴിക്കോട് നിന്നും ബ്രേക്ക് ചെയ്യുന്നത്.